ഹലോ, അപ്പോൾ എല്ലാവർക്കും റിയൽ ടേസ്റ്റിൻ്റെ പുതിയൊരു കേക്ക് ഡിസൈനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു ചോക്കോ ചിപ്സ് കേക്കിൻ്റെ ഡിസൈനിങ് ആണ്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ ലൂസായിട്ടാണ്, കാരണം നമുക്കൊരു ലൈറ്റ് കോട്ടിംഗ് ആണ് കേക്കിൽ വേണ്ടത്. അധികം തിക്കായിട്ടുള്ള കോട്ടിംഗ് വേണ്ട. അപ്പോൾ നമ്മൾ ഗനാഷ് നന്നായിട്ട് സെറ്റായ കേക്കിലാണ് നമ്മൾ ഗനാഷ് ഒഴിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ക്രീം നൈഫിൽ പിടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ചിലർ വിചാരിക്കും ചോക്ലേറ്റ് വളരെ കുറവായതുകൊണ്ട് നമ്മളിതുപോലെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ക്രീം നൈഫിൽ പിടിച്ച് പോകുമെന്ന്. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. ഇതുപോലെ വളരെ ലൈറ്റായിട്ടുള്ളൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത്രയും ലൂസായിട്ട് ഗനാഷ് എടുക്കുന്നത്. നോർമലി എടുക്കുന്ന കുറച്ചും കൂടി ഒരു തിക്കായിട്ടാണ്. അപ്പോൾ ഇത് കാണുന്നവർ കേക്ക് ഡിസൈൻ ഇഷ്ടമുള്ളവരും കേക്കിൻ്റെ വീഡിയോസ് കാണാനും കേക്ക് ഇഷ്ടമുള്ളവരും ഡിസൈൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആയിരിക്കുമല്ലോ കേക്കിൻ്റെ വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമ്മളിതുപോലെ ലൈറ്റ് കോട്ടിങ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചോക്കോ ചിപ്സാണ്, ഡാർക്ക് ചോക്കോ ചിപ്സാണ്. ടോപ്പിൽ ഉപയോഗിക്കുന്നില്ല, സൈഡിൽ മാത്രമാണ് കൊടുക്കുന്നത്. ടോപ്പ് നമ്മൾ വേറെ ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലെയറിലൊക്കെ നന്നായിട്ട് ചോക്കോ ചിപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മോഡൽ ഫ്ലവറാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഫ്ലവറിന് ഉപയോഗിച്ചിരിക്കുന്ന കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൗണും യെല്ലോയുമാണ്. ഒരു ഡ്രോപ്പ് ബ്രൗണും യെല്ലോയും. ഈ ഒരു നോസിൽ വെച്ചിട്ട്, ബലൂൺ നോസിൽ വെച്ചിട്ട് ഇതുപോലെയാണ് നമ്മൾ ഈ ഫ്ലവർ ചെയ്തേക്കുന്നത്. ഇത് ഡയറക്റ്റ് കേക്കിലോട്ടും ചെയ്യാം, പക്ഷെ അതിലും കുറച്ചും കൂടി എളുപ്പം ഇതുപോലെ നമ്മൾ ഫ്ലവർ നെയിലിൽ ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണ്. ജസ്റ്റ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. എടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് താഴോട്ട് പ്രസ് ചെയ്തിട്ടാണ് നോസിൽ തിരിച്ചെടുക്കേണ്ടത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഫ്ലവറാണിത്. ഈ ബ്രൗണും യെല്ലോയും ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഓരോ ഡ്രോപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. സെയിം ക്രീം വെച്ചിട്ട് ബോർഡർ കൊടുക്കുന്നു. ബോർഡർ കൊടുത്തില്ലെങ്കിലും ഈ കേക്ക് ഭംഗിയാണ് കാണാൻ. നമ്മൾ ബോർഡെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ബോർഡർ കൊടുക്കുമ്പോൾ ചില കേക്കുകൾക്ക് ഒരു ബോർഡർ കൊടുത്താൽ ഒരു പ്രത്യേക എടുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേക്കിന് ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പിൽ നമ്മൾ ചോക്ലേറ്റ്സിൻ്റെ ഇതുപോലത്തെ റോളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ രണ്ട് കളറുള്ളതാണ് സെറ്റ് ചെയ്തേക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ കേക്കാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.